പാട്ടുകൂട്ടം നാടൻ കലാ പഠന ഗവേഷണ അവതരണ സംഘം 25ാം വാർഷികം വിവിധ പരിപാടികളോടെ കോഴിക്കോട്ട് ആഘോഷിച്ചു. നാടൻ വാദ്യങ്ങളുടെ അകമ്പടിയോടെ നാടൻ പാട്ടുകലാകാരന്മാർ പാട്ടുത്സവം അവതരിപ്പിച്ചു. ഫോക്ലോർ ദിനാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടികൾ. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ നിന്നുമുള്ള 60ഓളം നാടൻ പാട്ട് കലാകാരന്മാരാണ് 8 ഗ്രൂപ്പുകളായി നാടൻ പാട്ടുകൾ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ തനതായ വാമൊഴി പാട്ടുകളും നാടൻ പാട്ടുകളുമാണ് സംഘങ്ങൾ അവതരിപ്പിച്ചത്. നാടൻ വാദ്യങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു അവതരണം. ഫോക്ലോർ ശില്പശാല, ജീവസഹായ വിതരണം, വാർഷിക പുരസ്കാര സമർപ്പണം എന്നിവയോടെയായിരുന്നു പാട്ടുകൂട്ടം സിൽവർ ജൂബിലി ആഘോഷങ്ങൾ. കാനത്തിൽ ജമീല MLA പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഫോക്ലോർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു തുടിപ്പ് ഉണ്ടാകുമെന്നുള്ളതാണ്. ആ ഒരു തുടിപ്പ് ഇന്നിവിടെയുള്ള ആ മേളം പോലെ നമ്മുടെ മനസ്സിൽ എപ്പോഴും അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പാട്ടുകൂട്ടം. അതേപോലെ തന്നെ 25 വർഷമായിട്ട് ഓരോ പരിപാടികളും നടത്തിക്കൊണ്ട് ഓരോ പരിപാടിയിലും ഇഷ്ടമുള്ളവർക്ക് പാട്ട് പാടാനുള്ള അവസരം കൊടുത്തുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഏത് സ്റ്റേജിലും ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം. മരണാനന്തര പുരസ്കാരമായി റഹീം പൂവാട്ടുപറമ്പിന് സാംസ്കാരിക രത്നം സമ്മാനിച്ചു. മാധ്യമരത്നം പുരസ്കാരം ഷിത ജഗത്തും, ചലച്ചിത്ര രത്നം പുരസ്കാരം രാഹുൽ കൈമലയും, നാടൻ കലാരത്നം പുരസ്കാരം ബാലൻ വേട്ടുപുരയ്ക്കലും ഏറ്റുവാങ്ങി. സ്വാഗത സംഘം ചെയർമാൻ ബാബു പറശ്ശേരി അധ്യക്ഷത വഹിച്ചു. കേരള ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ കോയ കാപ്പാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു. പാട്ടുകൂട്ടം ഡയറക്ടർ ഗിരീഷ് ആംബ്ര, വിൽസൺ സാമുവൽ, ഡോക്ടർ യു ഹേമന്ത് കുമാർ, നിജേഷ് അരവിന്ദ്, അഷറഫ് കുരുവട്ടൂർ, ജഗത്മയൻ ചന്ദ്രപുരി, ചേളന്നൂർ പ്രേമൻ, റിജു ആവള, ആർ ഹേമന്ത് കുമാർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.